തിരുവല്ല കാവും ഭാഗം പെരുന്തുരുത്തി പഴയച്ചിറയിൽ ബിനു പി ചാക്കോ അല്ലെങ്കിൽ ബിനു പഴയച്ചിറ എന്ന് പേരുള്ള 46 വയസ്സുള്ള ഒരാളെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. സാധാരണ നമ്മുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരാൾ ഏതെങ്കിലും ഒരു തരത്തിൽ പോലീസ് കേസിൽ വന്നു എന്നറിയുമ്പോൾ നമ്മൾ അവരുമായി ബന്ധപ്പെട്ട പലരെയും വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കും. എന്തു പറ്റി, പാവമാണോ, നിരപരാധിയാണോ? ബിനു പഴയച്ചിറയെ ഞാൻ പരിചയപ്പെടുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയിലാണ്. നമുക്കറിയാം, ഈ കത്തോലിക്ക സീറോ മലബാർ സഭയിലെ സാമ്പത്തിക ഇടപാട്, ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയം കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ ശക്തമായി മാർ ആലഞ്ചേരിയെ പിന്തുണച്ചിരുന്നു. ഇപ്പോൾ അത്രയും ശക്തമായ പിന്തുണയൊന്നും എനിക്ക് അദ്ദേഹത്തിനോട് ഇല്ല. എതിർഭാഗം പറയുന്നതിൽ കുറച്ച് ശരിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, മാർ ആലഞ്ചേരിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരും ഇത്തരം ബിനു പഴയച്ചിറയെ പോലെയുള്ള തട്ടിപ്പുകാരാണ് എന്നെനിക്ക് പിന്നീട് വ്യക്തമാവുകയുണ്ടായി. എന്തായാലും കൈരളി അടക്കമുള്ള ചാനലുകളിലെ ചർച്ചകളിൽ വെച്ചാണ് ഞാൻ ബിനുവിനെ പരിചയപ്പെടുന്നതും അദ്ദേഹം മാർ ആലഞ്ചേരിക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. ഒരിക്കൽ അദ്ദേഹം മറുനാടൻ്റെ ഓഫീസിൽ എത്തുകയും ചെയ്തിരുന്നു ഒരു ചർച്ചയ്ക്ക് ശേഷം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിമുഖമൊന്നും എടുത്തിട്ടില്ല. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അദ്ദേഹത്തിനിടയ്ക്ക് രോഗം വന്ന് ചികിത്സയിലായപ്പോഴും വിളിച്ചിരുന്നു. ചില വിവരങ്ങൾ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്നതിന് വേണ്ടി വിളിച്ചിരുന്നു. ഇന്നലെ അദ്ദേഹം അറസ്റ്റിലായി എന്ന വാർത്ത കേട്ടപ്പോൾ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെ വിളിച്ചപ്പോൾ അവരെല്ലാം കൈയൊഴിയുന്നു. അവർക്കാർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാനില്ല. അവരൊക്കെ പറയുന്നു അദ്ദേഹം തട്ടിപ്പുകാരനാണെന്ന്. എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് വ്യക്തമായി ഇദ്ദേഹം ഒരു മഹാഫ്രോഡാണെന്ന്. അതായത് കത്തോലിക്ക സഭയുടെ ലേബലിൽ ഇയാൾ കച്ചവടം നടത്തുകയായിരുന്നു.